യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 39 സങ്കീർത്തനം 4 വാക്യം. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ക്ഷണികത ദാവീദ് ഈ വാക്യത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഓരോ ദിവസവും ലക്ഷ്യത്തോടെയും ജ്ഞാനത്തോടെയും ലൗകിക പരിശ്രമങ്ങളുടെ വ്യർത്ഥതയേക്കാൾ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പരിമിതമായ സ്വഭാവം മനസ്സിലാക്കുന്നത് മുൻഗണനകളിൽ മാറ്റം വരുത്തുവാൻ നമ്മെ സഹായിക്കും. മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണിക സ്വഭാവത്തെ ദൈവത്തിൻ്റെ നിത്യസ്വഭാവമായി താരതമ്യം ചെയ്യുന്നുണ്ട് ഈ വാക്യത്തിൽ. യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ പ്രത്യാശയുടെ ഏക ഉറവിടമായി ദൈവത്തെ ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന സമയം എങ്ങനെ നമുക്ക് ചിലവഴിക്കാം? ജ്ഞാനത്തോടെ സംസാരിച്ച് ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിച്ച് ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വിജയങ്ങളും താൽക്കാലികമെന്ന് തിരിച്ചറിഞ്ഞ് ആത്യന്തിക പ്രത്യാശ ഈ ലോകത്തിലല്ല, മറിച്ച് ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ നിത്യഭവനത്തിലാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ പുതുക്കി രൂപാന്തരപ്പെടുത്തി നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ഷണികത തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.